ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വർത്താനം? പറയുന്നേ മഞ്ചേരി. അപ്പം ഞങ്ങൾ ഇന്ന് മഞ്ചേരി പോവാണ്. അപ്പോൾ ബസ്സിന് പോകാൻ വേണ്ടിയിട്ട് നമ്മളവിടെ നിൽക്കണം. ഞാനും ചേച്ചി ഇപ്പോൾ മഞ്ചേരി പോണത് എൻ്റെ വലിയ മാമീൻ്റെ പേരക്കുട്ടീൻ്റെ ചോറൂണാണ്. അപ്പോൾ അതിൻ്റെ തലേ ദിവസം തന്നെ ഞങ്ങൾ ചെല്ലുകയാണ്. ഞാൻ മഞ്ചേരി പോയി നിന്ന ടൈമിൽ ആമിക്കുട്ടി ഞാൻ നല്ല സിങ്കായി. അപ്പോൾ അതിന് ശേഷം ചേച്ചിമാർ വേഗം വരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് നാളെ തുടങ്ങാം വ്ളോഗിലെ. ഇന്നത്തെ വ്ളോഗ് മൈൻഡപ്പ് ചെയ്തിട്ട് നമ്മൾ നാളെ ചോറൂണിൻ്റെ വ്ളോഗാണ് വിടുക. ശരി, ബൈ. ഒരു ട്രാൻസിഷൻ. നമ്മൾ നാളെ ഡ്രസ്സൊക്കെ മാറ്റി കഴിഞ്ഞിട്ട് ഇങ്ങനെ. എന്താണ് നമ്മുടെ ചിമ്മു? ഹായ് പറഞ്ഞ. ഹായ് ഹായ്. നമ്മുടെ ചോറൂണാണ് ഇന്ന്. ഉണ്ട്. അയ്യോ, എന്ത് രസം. കുട്ടീനെ നിർത്താം. ഓക്കേ. 3 കാറിലായിട്ടാണ് പോകാൻ വേണ്ടി വിചാരിച്ചത്. പക്ഷെ ഒരു കാർ സ്റ്റാർട്ട് ആവണുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ആദ്യം പോയി ആക്കി, എന്നിട്ട് അവരെ പോയി കൊണ്ടുവന്നു. ഞങ്ങൾ അവിടെ പോയി ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്ന പരിപാടിയായിരുന്നു. അവരെ കാത്ത് നിൽക്കുകയാണ് ഞങ്ങൾ. കൂടി ആയിട്ട് പോകാൻ മതിയെന്നല്ലോ. ഹലോ, ഹായ്. 「
വാവേൻ്റെ അമ്മമ്മയാണ് ഇപ്പോൾ ചോറ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മളെ വാവ ചോറ് കൊടുക്കുമ്പോഴൊക്കെ നല്ല അടങ്ങി ഒതുങ്ങിയിരിക്കുകയായിരുന്നു കേട്ടോ. ഒരു ബഹളവും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ചോറുകൊണ്ട് നല്ല നീറ്റായിട്ട് നടന്നു. ഇപ്പോൾ കൊടുക്കുന്നത് നമ്മളെ കുഞ്ഞുമോൻ മാമനാണ്. കണ്ണിക്ക് ശരിക്കും അത് കിട്ടിയില്ല. വേഗം ഒന്ന് പിടിക്കുന്നു. പേടിക്കാനല്ല, കുഞ്ഞാവുന്നു. അതൊന്നും വേണ്ടപ്പോ. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ചെറിയ മാമി എത്തി, അമ്പിളി മാമി കൂടെ മോനേട്ടനും വർക്കിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ബിസിയാണ്. അപ്പോൾ ഒരു കോളിലാണ്. ചോറൂണൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ചിമ്മൂനും കൊണ്ട് തൊഴാൻ വേണ്ടി കയറി. തൊഴുതൊക്കെ ഇറങ്ങി ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുക. പിന്നെ നീൽ ബേബി അവിടെ ബലൂണൊക്കെ വാങ്ങണ തിരക്കിലാണ്. വീട്ടിൽ നിന്ന് അത്രയ്ക്ക് ദൂരമൊന്നുമില്ല കേട്ടോ ഈ അമ്പലം. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി വണ്ടി കയറി. പോകുമ്പോൾ നമ്മൾ 4 കാറിലായിട്ടാണ് കേട്ടോ പോണത്. കാരണം എല്ലാവരും കാറ് കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. അവരവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങളാണ് ഫ്രണ്ടിൽ പോയത്. അതിന്റെ അമ്മേരി അച്ഛൻ്റെ അടുത്തുണ്ടാവും. ഏതാ പോസ്? ഏറ്റവും പഴയത് അതിനാ പറയാൻ കൊണ്ടുപോയത് ഇങ്ങോട്ട് പറയാൻ കൊണ്ടുപോയത് ഇതാ യൂണിക്കോണ്. അതാ കൊടുക്കാൻ അറിയുള്ളൂ. എല്ലാരും കൊടുത്തോ അവിടെയൊക്കെ? അവിടെ ഇരുന്നേ. ആൺകുട്ടി ചേച്ചി വയ്ക്കുക മാറ്റം കൊണ്ടുവന്നു. ഞങ്ങൾ വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അച്ഛനും അമ്മയും വന്നത്.
അങ്ങനെ അവർ എല്ലാവരോടും കൂടിയിരുന്ന് വർത്തമാനത്തിലാണ്, ഭയങ്കര ചർച്ചയിലൊക്കെയാണ്. ചായ കുടീൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ അതൊക്കെ നടക്കുന്നുണ്ട്. ചേച്ചി ഓരെന്തൊക്കെയാണ് പറയണതെന്നൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കണ്ടോ ഗൈസ്, എല്ലാവരും എന്നെ ചുറ്റിനും വളഞ്ഞു നിൽക്കുന്നത്. ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഹായ്. ആ ഇല്ലടാ, തൊക്കൊന്നുമില്ല, പേടിക്കാൻ മാത്രമൊന്നുമില്ല. ഇന്ന് ഞാൻ ചെയ്ത മേക്കപ്പ് എങ്ങനെയുണ്ട് ഗൈസ്? എങ്ങനെയുണ്ട്? ഓളം മേക്കപ്പ് ചെയ്ത് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, കുട്ടി രസമുള്ളതുകൊണ്ട് കുഴപ്പമില്ല. കുട്ടിക്ക് നാച്ചുറൽ ബ്യൂട്ടി ഉള്ളതുകൊണ്ട് ഒരു ഡാൻസ് കേട്ടോ, പാട്ടച്ചരാ. ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറ്റിപ്പോന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ. കാരണം എനിക്ക് മറ്റേ ഡ്രസ്സ് ഇട്ടിട്ട് ഷാളൊക്കെ കൊണ്ട് എനിക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഡാൻസൊക്കെ കളിച്ചു, വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ ഗൈസ് ഇപ്പം നമ്മൾ മഞ്ചേരി ഹായ്. എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി തുടങ്ങി. സദ്യ നമ്മളൊരു ടീമിനെ ഏൽപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ചെന്ന് നോക്കുമ്പോൾ എല്ലാവരും സൈലൻ്റ് ആയിട്ട് ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് സദ്യ ഭയങ്കര ഇഷ്ടമാണ്. ബിരിയാണിനേക്കാളും നല്ല നീറ്റിൽ കഴിക്കാൻ കഴിയും എനിക്ക് സദ്യയാണ്. അങ്ങനെ ഞാൻ അത് ഫിനിഷ് ചെയ്തു. നല്ല സമയമെടുത്ത് വിശാലമായി ഇരുന്നാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു തീർത്തത്. സൈഡിക്കട് മാറുക. ഭയങ്കര ഡിമാൻഡ് തന്നതാ. വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. കൃഷ്ണയും പൊന്നുചേച്ചിയൊക്കെ പോവാണ്. അപ്പോൾ എല്ലാവരോടും യാത്രയൊക്കെ പറയാം. നമ്മുടെ കൺമണീനെ ഇവിടെ നിർത്തിയിട്ടാണ് പോണത്. അപ്പം ഞങ്ങൾ ഡാൻസൊക്കെ കളിച്ച് കൂത്താടാന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിൽക്കുകയാണ്. ചേച്ചി ആമിക്കുട്ടിക്കും കൺമണിക്കും ഡാൻസ് പഠിപ്പിച്ച് കൊടുക്കുകയാണ്. എനിക്കിത് കാണുമ്പോൾ നിഷ്കളങ്കമായി തോന്നുന്നുണ്ട്. കാരണം അവരെല്ലാം കഷ്ടപ്പെട്ട് പഠിക്കുന്നുണ്ട്. പാവങ്ങളെ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഈ ഒരു ഡാൻസിൻ്റെ വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഷോർട്സ് ആയിട്ട്. ഞാനും കൺമണി ആമിയും കളിക്കുന്നുണ്ട്, കൺമണി ആമിയും കളിക്കുന്നുണ്ട്, ഞാൻ ഒറ്റയ്ക്ക് കളിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക. എല്ലാവരും സദ്യയൊക്കെ കഴിച്ച് ഓഫായിട്ടുണ്ട്, എല്ലാവരും കിടന്നുറങ്ങി. അപ്പം ഞാനും ചിമ്മും കൂടെ ഒരു വൈൻഡപ്പ് പറയാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ ചോറൂണ് വ്ളോഗ് കഴിഞ്ഞു. ഞാൻ മുന്നേ പറഞ്ഞു നമ്മുടെ ചിമ്മു നല്ല നേർക്ക് സഹകരിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു. അപ്പോൾ ശരി ഗൈസ്, ഇത്രേ ഉള്ളൂ ഈ ഒരു വ്ളോഗ്. ബൈ പറയൂ. ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും ചെയ്യാം. ബൈ.